എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ജീവനും ജീവിതവും പഠന പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ സമാനതകളില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്നത് എന്ന് പറയാം. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസ്, സ്റ്റാൻ സ്വാമി പോലെയുള്ള പേരുകൾ നമ്മുടെ ഉള്ളിൽ നോവായിട്ട് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളും ആൾക്കൂട്ട വിചാരണകളും ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കണക്കുകൾ അങ്ങനെയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. 2024 800-ലധികം അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന മതത്തെ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതാണ് വിരോധാഭാസമായിട്ടുള്ളത്. അതിന് കാരണമായിട്ട്, അല്ലെങ്കിൽ ഇത്തരമുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് വർത്തിക്കുന്ന ഒരു നിയമം, അത് പല സംസ്ഥാനങ്ങളിലും ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ വന്ന ഒരു നിയമമാണ് എന്ന് നമുക്കറിയാം. മതപരിവർത്തന നിയമം പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങളും പലയിടത്തും നടക്കുന്നത്. ആ ശ്രേണിയിൽ ഒടുവിലെത്തേതായിട്ടാണ് ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്ന ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലാക്കപ്പെട്ട സംഭവം. നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതപരിവർത്തന നിയമങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലിരിക്കുന്ന ഈ നിയമങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതോടൊപ്പം എങ്ങനെയാണ് മതപരിവർത്തനത്തെ ക്രിസ്ത്യൻ വീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പൊതുസമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ 2 തട്ടിലാണ്. അനുകൂലിച്ച് പറയുന്നവരെയും എതിർത്ത് പറയുന്നവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വീക്ഷണം എന്താണ് മതപരിവർത്തനം എന്ന വിഷയത്തിൽ എന്ന് നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം ഈ വിഷയങ്ങളോടൊക്കെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുകൂടിയാണ് നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജോസഫ് പനച്ചിൽ സഹോദരനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വിഷയം അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സിജോ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമുക്കിന്ന് ചർച്ചയ്ക്കും പഠനത്തിനുമായിട്ട്, വിചിന്തനത്തിനുമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. മതപരിവർത്തനം, നിയമവും നിലപാടുകളും. എന്തുകൊണ്ടാണിത് പ്രസക്തമായിരിക്കുന്നത് ഇപ്പോഴെന്നുള്ളത് സിജോ ഓൾറെഡി സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഞാനതിലേക്കൊന്നും വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. ഈയിടെ പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് വിഷയം നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിനോടുള്ള പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുമ്പോൾ എങ്ങനെ അതിനോട് ഒരു വചനാനുസൃതമായിരിക്കുന്ന ഒരു പ്രതികരണം നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപീകരിക്കണം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പരസ്യമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ കാഴ്ചപ്പാടും ചിന്തകളും എങ്ങനെ ആയിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച പ്രയോജനപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 ദിവസത്തെ ചിന്തയ്ക്കും ഈ വാർത്തകളൊക്കെ വായിച്ചതിനും പഠനത്തിനും ഒക്കെ ശേഷം
പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് വളരെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നമ്മുടെ സമയം അനുവദിക്കുന്നത് പോലെ ഈ വിഷയം സംബന്ധിച്ച് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ 3 തലക്കെട്ടുകളായിട്ട് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, എന്താണ് ഇന്ത്യയിലെ മതപരിവർത്തന നിയമങ്ങളും അതിലേക്ക് അങ്ങനെയുള്ള നിയമങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും എന്താണ്. രണ്ടാമതായിട്ട്, മതപരിവർത്തനം എന്ന ഒരു ആശയം പൊതുവെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള ക്രിസ്തീയ വീക്ഷണം, ബൈബിളിന്റെ വീക്ഷണം എന്താണ്. മൂന്നാമതായിട്ട്, ഈ പരിവർത്തനങ്ങളും മതമാറ്റങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെയുള്ള പീഡനങ്ങളും കേസുകളും ജയിൽവാസവും ഭീഷണികളും ഒക്കെ വരുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണം. ഈ 3 കേന്ദ്ര ചിന്തകൾ ആശയങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തുടക്കമായിട്ട് ഒരു അവതരണമായിട്ട് ഈ ചർച്ചയ്ക്ക് അവതരണമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഛത്തീസ്ഗഡിൽ എന്താണ് നടന്നത് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. പ്രായപൂർത്തിയായ 2 സ്ത്രീകളെ, 18, 19, 20 ഒക്കെ വയസ്സുള്ള സ്ത്രീകളെ, പെൺകുട്ടികളെ ജോലിക്കായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന, ആഗ്രയിൽ നിന്ന് വന്ന ഛത്തീസ്ഗഡിലെ ദുർഗിലെത്തിയ 2 കന്യാസ്ത്രീകളെയും ആ സ്ത്രീകളെ അനുഗമിച്ച പുരുഷനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം ഹിന്ദു വർഗീയ സംഘടനയായ ബജ്രംഗദളിന്റെ പ്രവർത്തകര് സംഘടിപ്പിച്ച അവരുടെ സംഘടിതമായിരിക്കുന്ന ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഒക്കെയാണ് ഇവരുടെ അറസ്റ്റിലേക്കും പിന്നീട് കോടതിയിൽ നിന്ന് കോടതികളിലേക്ക് അവരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ പോകുന്നതിലേക്കും ഇടയാക്കി തീർത്തത്. നമ്മൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നിയമപരമായിരിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചു തന്നെയാണ്, അതുപോലെ അവരുടെ മതിയായ രേഖകളും സമ്മതപത്രങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണ്, ജോലിക്ക് മാതാപിതാക്കളുടെ സമ്മതത്തോടൊക്കെയാണ് ഇവരെ കൊണ്ടുപോയത് എന്നെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് അവരുടെ മേൽ ആരോപിച്ച കുറ്റാരോപണം 2 നിയമങ്ങളുടെ ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത് നമ്മൾ കേട്ടതുപോലെ മനുഷ്യക്കടത്ത് എന്ന നിയമം, രണ്ടാമത് മതസ്വാതന്ത്ര്യ നിയമം. മനുഷ്യക്കടത്തിനെ പറ്റി നമുക്കറിയാം. ഇന്നത്തെ മനോരമയില് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഈ കേസിന്റെ നിയമവശങ്ങളെ പറ്റി ഒരു ലേഖനം മനോരമ എഡിറ്റോറിയൽ പേജിൽ എഴുതിയത് നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഭാരതീയ ന്യായ സംഹിത, അതാണല്ലോ ഇന്ത്യൻ പീനൽ കോഡിന് ഇപ്പോഴത്തെ പേര്, അതിന്റെ 143-ാമത്തെ വകുപ്പ് പ്രകാരം ആണ് മനുഷ്യക്കടത്തിനെതിരെയുള്ള കുറ്റം അവരുടെ മേൽ ആരോപിച്ചത്. അതുപോലെ മതസ്വാതന്ത്ര്യ നിയമം എന്നുള്ളത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് 1968 ഛത്തീസ്ഗഡ് റിലീജിയസ് ഫ്രീഡം ആക്ട്, 68 ഛത്തീസ്ഗഡ് ഇല്ല, എന്നാലും മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. എന്നാൽ പിന്നീട് ഛത്തീസ്ഗഡ് ആയപ്പോൾ ആ നിയമം ചില അമെൻമെന്റ്സോട് കൂടി 2006 അവര് സ്ഥാപിച്ചതാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് 10 വർഷത്തിലധികം കഠിന തടവ് അർഹിക്കുന്ന വകുപ്പുകളാണ് ഈ സിസ്റ്റേഴ്സിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 143 എന്ന് പറഞ്ഞാല് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്, ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ വ്യക്തികളെ കടത്തിക്കൊണ്ടു പോകുന്നത് സംബന്ധിച്ച ഒരു നിയമമാണ് ഈ നിയമം. എന്നാൽ നമ്മൾ കേട്ടതൊക്കെ വെച്ച് നോക്കിയാൽ സത്യത്തിൽ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയതിന്റെ വശങ്ങളും അതിന്റെ നിയമവശങ്ങളും അതിന് നമുക്ക് അറിയുന്ന വശങ്ങളൊക്കെ പരിശോധിച്ചാൽ നീതിപൂർവമായിരിക്കുന്ന ഒരു കോടതിയുടെ മുമ്പിൽ ഒരുപക്ഷെ ഇത് നിലനിൽക്കുന്ന ഒരു കേസല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്കൊക്കെ പറയാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവരുടെ വാദമൊക്കെ സമർപ്പിക്കാനുള്ള സമയമൊക്കെ എടുക്കും. ഒരു കോടതിയിൽ നിന്ന് പോയി അടുത്ത കോടതിയിൽ പോയി അതൊക്കെ കേൾക്കാനുള്ള സമയമൊക്കെ വരുന്നിടം വരെയും അതൊക്കെ അവർ തടവിൽ കിടക്കും എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശവും അതുപോലെ ആ പെൺകുട്ടിയുടെ സഹോദരൻ അവരെ കൂടെ പോയതിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശങ്ങളും ഈ കന്യാസ്ത്രീകൾ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ മനുഷ്യരെന്ന നിലയിൽ അവർക്കുള്ള മാനുഷിക അവകാശങ്ങളുടെ ഒക്കെ
ലംഘനമാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നോട്ടത്തിൽ ഈ അറസ്റ്റിന്റെ പിന്നിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ഏതെങ്കിലും സാമൂഹ്യ ദ്രോഹകരമായ പ്രവൃത്തികളോ വിധ്വംസക പ്രവൃത്തികളോ ഒന്നും നമുക്ക് ആർക്കും കാണാനായിട്ട് ഇതിൽ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഈ നിയമത്തിന്റെ രീതിയൊക്കെ വെച്ച് നോക്കിയാൽ അതിപ്പോ NIA കോടതിയിലാണുള്ളത്. NIA കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവതരമായിരിക്കുന്ന ദേശ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക കോടതിയാണ് NIA കോടതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പൊ NIA കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഇവർ ചെയ്തതായിരിക്കുന്ന ഈ പ്രവൃത്തി സുരക്ഷയെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഗൗരവതരമായ പ്രശ്നം എന്ന നിലയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതാണ് ആ നിയമം. എന്നാൽ ആ നിയമം ഒക്കെ വെച്ച് അത് നിലനിൽക്കുകയല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ രണ്ടാമത് വേറൊരു നിയമം ആരോപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ മതപരിവർത്തന നിയമങ്ങളാണ്. അത് സംബന്ധിച്ചും ഒരല്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരു മതപരിവർത്തന നിയമം പാസ്സാക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടന പ്രകാരം രാജ്യത്തിനും സ്റ്റേറ്റുകൾക്കും ഈ മത പ്രചരണം സംബന്ധിച്ചും മതങ്ങളുടെ കാര്യങ്ങളിൽ ദേശത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അതിന്റെ ക്രമത്തിനും ഒക്കെ അനുസൃതമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അനുവാദം ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകൾ, ഏകദേശം 12 സ്റ്റേറ്റുകളിലാണ് ആന്റി കൺവേർഷൻ ലോസ് നിലവിലിരിക്കുന്നത്. അതിന് ആന്റി കൺവേർഷൻ ലോ എന്നല്ല ഇവരാരും പറയുന്നത്. ഇതിനൊക്കെ പറഞ്ഞ റിലീജിയസ് ഫ്രീഡം ആക്ട് എന്നാണ്, മതസ്വാതന്ത്ര്യ നിയമം എന്നാണ് അതിനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള 12 സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കർണാടക മാത്രമാണ് ഈ നിയമം ഉള്ളത്. ചില നിയമസഭകളൊക്കെ പാസ്സാക്കിയെങ്കിലും അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് തടസ്സം നിന്നിട്ടുണ്ട്, അതിന് കാലതാമസം വരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചു. ആർട്ടിക്കിൾ 25 എന്ന ഡയലോഗില് നമ്മൾ സേവരിട്ടിരിക്കുന്ന പോസ്റ്റ് അനുസരിച്ച് ആർട്ടിക്കിൾ 25 വ്യവസ്ഥ മൗലികാവകാശ വ്യവസ്ഥയാണ് മതസ്വാതന്ത്ര്യം എന്നുള്ളത്. അത് ഭരണഘടനാപരമായ അതൊരു അനുവാദമാണ്, ഒരു അവകാശമാണ്. ഈ മതപരിവർത്തന നിയമങ്ങളൊന്നും യഥാർത്ഥത്തില് തത്വത്തിൽ ഈ ആർട്ടിക്കിൾ 25 മൗലികാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും മനസ്സാക്ഷി സ്വാതന്ത്ര്യത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനുള്ള ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലല്ല തത്വത്തിൽ ഈ നിയമങ്ങളൊന്നും അവര് എഴുതിയുണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഫലത്തിൽ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള, അതിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളായിട്ട് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്ന മാത്രമല്ല, അങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ 843 സംഭവങ്ങളുണ്ട്. അതിൽ അനേകരും ജയിലിലും, പാസ്റ്റർമാരും സുവിശേഷ പ്രവർത്തകരും ഒക്കെ ജയിൽ ശിക്ഷയും കേസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ചിലർ ജയിലിൽ കിടക്കുകയുമാണ് പലരും. എന്നാൽ ഇതിന്റെ ഒന്നും ആത്യന്തിക വിധികളൊന്നും വന്നിട്ടില്ല. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ കേസുകളൊക്കെ 1966 മുതലാണ് ഈ മത സ്വാതന്ത്ര്യ നിയമം പ്രാബല്യത്തിൽ വരുന്നതെങ്കിൽ ഇന്ന് വരെ ഒരു കേസും അതിന് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. കാരണം ഇവരെ ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഫലത്തിൽ വന്നു കഴിയുമ്പോൾ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥകളൊന്നും, അതിന് മതിയായ തെളിവുകളൊക്കെ വേണം. എന്നെ നിർബന്ധിച്ച് തെറ്റായ സ്വാധീനങ്ങൾ നൽകി ഞങ്ങളെ മതം മാറ്റിയതാണെന്ന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം. അങ്ങനെ ഇന്ന് വരെ ഒരു കേസും ഹാജരാക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും ഒക്കെ ഇത് കഴിയുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ പ്രചാരണത്തെ വിശ്വാസത്തിന്റെ അനിവാര്യ ഘടകമാക്കുന്ന ഒരു ന്യൂനപക്ഷമാണ് നമ്മൾ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മതസ്വാതന്ത്ര്യ നിയമം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തന്നെ ഒരർത്ഥത്തിൽ പ്രതിബന്ധമായി, തടസ്സമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും പോലീസും അതുപോലെ നിയമപാലകരും ഒന്നും തികച്ചും നിഷ്പക്ഷരായിരിക്കുന്ന ആളുകളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്കൊക്കെ പക്ഷപാതപരമായിരിക്കുന്ന ഇടപെടൽ വരാനായിട്ടും അല്ലെങ്കിൽ തന്നെ അതിനുള്ള സമ്മർദ്ദങ്ങൾ വരാനായിട്ടും ഒക്കെ സാധ്യതയുണ്ട്.
ഇന്നലെ തന്നെ കേസുകളൊക്കെ വരുമ്പോൾ അതിന് കോടതിക്ക് പുറത്ത് തന്നെ വലിയ സമ്മർദ്ദമായ ജാഥകളൊക്കെയാണ് നടക്കുന്നത്. ഇങ്ങനെ വിധിക്കണം എന്ന തരത്തിലുള്ള നിർബന്ധങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള തികച്ചും തെറ്റാണെന്നല്ല, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കെതിരെ വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഒരു വളരെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമായിരിക്കുമ്പോൾ നമുക്കെതിരെ വരാം. സുവിശേഷം പരസ്യമായി പറയുന്നതിന് മാത്രമല്ല, ഒരുപക്ഷെ ബൈബിളും അതുപോലെ കൈവയ്ക്കുന്നത് പോലും പരസ്യമായി പ്രാർത്ഥിക്കുന്നതോ പാടുന്നതോ വീടുകളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നതോ ഒക്കെ കുറ്റകരമായി തീരുന്ന ഒരു അത് ഭയത്തോടെ കഴിയുന്ന ആർക്കും അത് ചോദ്യം ചെയ്യാം, ആരും അതിനെ എതിർത്ത് അവരെ ശിക്ഷിക്കുന്ന മോബ് വയലൻസ്, ജനക്കൂട്ട വിചാരണ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരികയാണ്. അതിനൊക്കെ ഒരു നിയമ പരിരക്ഷയുണ്ട് എന്ന നിലയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഈ മതസ്വാതന്ത്ര്യ നിയമങ്ങളുടെ ദുരുപയോഗം സത്യത്തിൽ ദുരുപയോഗം ചെയ്യാവുന്ന ഒരു വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. പല ഭാരതത്തിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന പല അന്തർദേശീയ സംഘടനകളുടെയും ഒക്കെ വിലയിരുത്തലുകളും അവരുടെ റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ച് നോക്കിയാലും ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റി കൺവേർഷൻ ലോ മനുഷ്യന്റെ മൗലികാവകാശത്തിന്റെ പല നിലയിലും നിയന്ത്രിക്കുന്ന, അതിന് വിലക്കേർപ്പെടുത്തുന്ന നിയമങ്ങളാണ് എന്ന് ലോകത്തിൽ പൊതുസമ്മതമായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ബലപ്രയോഗത്തിലൂടെയോ തട്ടിപ്പിലൂടെയോ പ്രലോഭിപ്പിച്ചോ ഫോഴ്സ്, ഫ്രോഡ് ഓർ അല്യൂർമെന്റ് മതപരിവർത്തനത്തിന് അങ്ങനെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചാൽ അല്ലെങ്കിൽ ചെയ്താൽ എന്നത് വളരെ പക്ഷപാതപരമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള ഒരു വ്യവസ്ഥയായിട്ടാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു അല്യൂർമെന്റ്, ഒരു പ്രലോഭനം, അതിനെ പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പോലും അല്യൂർമെന്റ് ആയിട്ട് തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ വരും എന്ന് പറഞ്ഞാൽ അതൊരു പ്രലോഭനമായിട്ട് തീരും. അല്ലെങ്കിൽ വിശ്വസിച്ച ഒരാളെ ഒരു ജോലി കൊടുത്തു, എന്തെങ്കിലും ഒരു ബന്ധങ്ങളോട് ജോലി കൊടുത്താൽ അത് മതപരിവർത്തന നിരോധ കുറ്റകരമാവും. 10 വർഷം ജയിലും അതുപോലെ ജയിലും പിന്നെ ഫൈനും ഒക്കെ വരുന്ന ഒരു കുറ്റമായിട്ട് തീരും. അപ്പൊ ഒന്നും മിണ്ടാൻ മേല. പണ്ട് മൊറാർജി ദേശായി ഈ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, നിങ്ങൾ എല്ലാവരും ഒന്നും ഓർക്കുകയല്ല, വളരെ പ്രായമുള്ളവർക്ക് അറിയാം, OP ത്യാഗി എന്ന ഒരാള് ഒരു ബില്ല് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ കേന്ദ്രത്തിലൊരു നിയമം ബില്ല് കൊണ്ടുവന്നു, ത്യാഗി ബില്ലെന്ന് അറിയപ്പെട്ടത്. അതൊക്കെ അതിനെതിരെ എല്ലാവരും ശബ്ദമുയർത്തിയത് ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മദർ തെരേസയൊക്കെ അതിനെതിരെ പറഞ്ഞതും അങ്ങനെ. ആ ബില്ല് പാസ്സായില്ല. എന്തുകൊണ്ടാണ് അതിനു മുമ്പ് ഗവൺമെന്റ് പോയതാണെന്ന് അറിഞ്ഞുകൂടാ. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് കുറച്ച് നാൾ മാത്രമേ നിന്നുള്ളൂ. കേന്ദ്രം പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റേറ്റുകൾ അതാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരക്ഷരം മിണ്ടാൻ ഒരു ക്രൈസ്തവന് കഴിയാത്ത നിലയിലുള്ള വ്യവസ്ഥകൾ, ഒരു വാക്ക് പറഞ്ഞാൽ പോലും അവൻ കുറ്റക്കാരനായി തീരുന്ന തരത്തിൽ ഈ നിയമം അത്ര ദുർവ്യാഖ്യാനം, മിസ്യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. മാത്രമല്ല ഈ നിയമത്തിലുള്ള ഒരു കാര്യം, ഒരാൾക്ക് മതം മാറണമെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മുൻകൂറുള്ള അനുവാദത്തോടുകൂടി മാത്രമേ ഒരാൾ മതം മാറാനും ഇനി മാറ്റുന്ന വല്ല കർമ്മങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും അവർക്ക് കഴിയുള്ളൂ. അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു കാര്യമല്ല. അത് മറ്റുള്ളവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ എനിക്ക് എൻ്റെ വിശ്വാസമോ എൻ്റെ മനസാക്ഷി പ്രകാരമുള്ള ശരിതെറ്റുകളോ രൂപപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ ഈ നിയമം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, നിർബന്ധിത മതം മാറ്റം ആരോപിച്ചാല് പോലീസോ ആരെങ്കിലും ഒരാളൊരു കേസ് കൊടുത്തിട്ട് ഒരു കേസ് എടുത്താല് ഞാൻ നിർബന്ധിതമായിട്ട് മതം മാറിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ഈ മാറിയതോ മാറ്റിയതോ വ്യക്തിക്കാണ്, അല്ലാതെ കേസ് കൊടുത്ത ആൾക്കല്ല. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് അതിനൊരു ബാധ്യതയില്ല. അതിന് ദ ബർഡൻ ഓഫ് ദ ഗിൽറ്റ് ഈ കുറ്റാരോപിതന്റെ മേലേക്ക് വരികയാണ്. അവനെ തെളിയിക്കുന്നിടം വരെയും ഇദ്ദേഹം ഒരു കുറ്റക്കാരൻ എന്ന പോലെ ഇരിക്കും. അത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു നിയമത്തിന് ഒരു മൂല്യത്തിന്റെ നിഷേധമാണത്. സത്യത്തില് നിരപരാധിയാണ് തെളിയിക്കപ്പെടുന്ന വരെ കുറ്റക്കാരനല്ല എന്ന് ഗണിക്കണമെന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനം. എന്നാൽ കേസ് കൊടുത്താൽ പിന്നെ അവനാണ് ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട സ്ഥിതി വരിക. അതുവരെ അവൻ കുറ്റക്കാരനായിട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ നിയമത്തിലുള്ള വേറെ രസകരമായിരിക്കുന്ന ഒരു കാര്യം, ഇതിനെതിരെ ഒരു കേസെടുത്താൽ അധികാരികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻ ദ ഗുഡ് സെൻസ്,
അത് നല്ല ഉദ്ദേശത്തോട് ചെയ്തതാണെന്ന് മാത്രമേ കണക്കാക്കാവുള്ളൂ. അവരുടെ നിലപാടുകളെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. ഒരു ഹയർ അപ്പീലിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യ ഭേദഗതിയിൽ അവർ വരുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരാള് ഇപ്പം ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തീയതയിലേക്കോ മുസ്ലിം ഇസ്ലാമിലേക്കോ ബുദ്ധമതം അവർ ഹിന്ദുമതം ആക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിലൊക്കെ പോയാലാണ് കുറ്റം. എന്നാൽ ഒരാള് ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു പോയാല് അത് കുറ്റകരമല്ല. ഈ ന്യൂനപക്ഷ മതങ്ങളിലേക്കുള്ള മാനസാന്തരം, പരിവർത്തനം മാത്രമേ കുറ്റകരമായിട്ട് സ്വീകരിക്കാം. അല്ലെങ്കിൽ അവരുടെ ജന്മമതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്, അതിന് കുറ്റമില്ല എന്ന തരത്തിലാണ് പറയുന്നത്. അപ്പൊ ഒരർത്ഥത്തിൽ നോക്കിയാൽ മുസ്ലിം മതരാഷ്ട്രങ്ങളിൽ ഇന്ന് നിലവിലുള്ള മതനിന്ദാ നിയമങ്ങൾ പോലെ ഏത് മതപ്രവർത്തനങ്ങളെയും വേണമെങ്കിൽ കുറ്റകരമാക്കാം എന്ന തരത്തിലുള്ള ഒരു 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 അനീതിയാണ് ഈ നിയമത്തെ ഉപയോഗിച്ച് ഇന്ന് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പൊ NIA കോടതിയിലൊക്കെ ഇത് റെഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞാല് സത്യത്തില് ഇതൊരു മതസ്വാതന്ത്ര്യ നിയമമാണോ? യഥാർത്ഥത്തിൽ ഇതൊരു മതസ്വാതന്ത്ര്യ നിരോധന നിയമമാണ് സത്യത്തിൽ ഇതെന്നുള്ളതാണ് പരക്കെ ചിന്തിക്കുന്നവർ അംഗീകരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ആർക്കും മതം മാറാനുള്ള അവകാശം മതം മാറ്റാനുള്ള അവകാശം തരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മതം മാറ്റാൻ ആർക്കും അവകാശമില്ല, എന്നാൽ മതം മാറാനുള്ള അവകാശം അത് ആർക്കും നിഷേധിക്കാനായിട്ട് കഴിയില്ല. ഏതൊരാശയം എന്നപോലെ മതവിശ്വാസവും ഇഷ്ടാനുസരണം വിശ്വസിക്കാനും ചൂസ് ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും, മാത്രമല്ല സുപ്രീം കോടതിയുടെ വിശദീകരണക്കുറിപ്പുള്ളതുപോലെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഉള്ള ഒരു അവകാശം. ടു സ്പ്രെഡ് ഓർ ട്രാൻസ്മിറ്റ് ദ ടെനറ്റ്സ് ഓഫ് വൺസ് റിലിജൻ, ഒരുവന്റെ വിശ്വാസത്തിന്റെ ആശയങ്ങളും അത് പ്രചരിപ്പിക്കാനും അത് പകർന്ന് പ്രക്ഷേപണം ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം അത് മൗലിക അവകാശമാണ് എന്നാണ് തത്വത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന ഫലത്തിൽ അതല്ല നടക്കുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ആയിരിക്കുന്ന ഇന്ത്യ പോലും ഒപ്പിട്ടിരിക്കുന്ന പല കവനന്റുകളും അന്തർദേശീയ ഉടമ്പടികളും ഒക്കെ ഉണ്ട്. ഈ ഉടമ്പടികളിലെല്ലാം അതിന്റെ 2 ഉടമ്പടികളിൽ പ്രത്യേകിച്ചും ഒന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഉടമ്പടിയുണ്ട്, UHRD എന്ന് പറഞ്ഞൊരു ഉടമ്പടി, UDHR, ഇന്റർനാഷണൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിന്റെ 18ാമത്തെ പോയിന്റ് വിശ്വാസ സ്വാതന്ത്ര്യമാണ്. അതുപോലെ പല ഉടമ്പടികളിലും ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇന്ത്യ മാത്രമല്ല എല്ലാ മുസ്ലിം രാജ്യങ്ങളും പോലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഫലത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഈ സ്റ്റേറ്റുകളിൽ വന്നത് എന്ന് ചിന്തിക്കുന്നത് അത് കുറച്ചുകൂടെ പ്രസക്തവും രസകരവുമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നത് പല കാരണങ്ങൾ നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസത്തിലേക്കാണല്ലോ ആളുകൾ മതമാറ്റം നടക്കുന്നത്. ഇസ്ലാമിലേക്കൊക്കെ ആളുകൾ മാറുന്നു എന്നുള്ളത് വളരെ 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 നിസ്സാരമായിരിക്കുന്ന, എണ്ണത്തിൽ വളരെ തുച്ഛമായിരിക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല പലതും സ്നേഹബന്ധങ്ങളും പ്രേമബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും ഒക്കെയാണ് അതിന് കാരണം. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ, ഇതാണ് സത്യം എന്നുള്ള തിരിച്ചറിവിന്റെ പേരിൽ ആളുകൾ മതപരിവർത്തനം ചെയ്യുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്കാണ് എന്ന് എണ്ണത്തിൽ നോക്കിയാൽ മഹാഭൂരിപക്ഷം ക്രിസ്തീയ വിശ്വാസത്തിലേക്കാണ് നമുക്കറിയാം. അത് വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതൊരു അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈ നിയമം വന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം നമ്മൾ നോക്കിയാൽ അറിയാം. ജാതി വ്യവസ്ഥിതിക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ മതപരിവർത്തനം നിൽക്കുന്നത്. ഇന്ത്യയുടെ മതജാതി അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇന്ത്യയിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇന്ത്യയുടെ പല ഭാഗത്തും വളരെ അധികമായിട്ടും. എന്നാൽ ഈ പാവപ്പെട്ട ദളിതരായിരിക്കുന്ന ആളുകൾ അവരെ ഈ മതം മാറിയാൽ, അവർക്ക് മതപരിവർത്തനം സംഭവിച്ചാൽ അവരെ ഈ ചൂഷിത നിലവാരത്തിൽ നിന്നും, ചൂഷണത്തിന്റെ ഒരവസ്ഥയിൽ നിന്നും അവർ മാറി സ്വാതന്ത്ര്യമുള്ള ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് തീരും. അപ്പൊ ജാതി വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് പലപ്പോഴും ഇതിരിക്കുന്നത് നമുക്കറിയാം. ഇന്നലെ തന്നെ ആ സിസ്റ്റേഴ്സിന്റെ കൂടെ പോയ ഒരു പയ്യനുണ്ടല്ലോ, മണ്ഡാവി, അവന്റെ ചിത്രം നമ്മൾ നോക്കിയാൽ അറിയാം, അവന്റെ മുഖം നോക്കിയാൽ നമുക്ക്, ആ പെൺകുട്ടിയുടെ ചിത്രം നോക്കിയാൽ അറിയാം. അവർക്കെതിരെ ആക്രോശിക്കുന്ന ആ സ്ത്രീയുടെ വലതുകളുടെ ലീഡറിന്റെ ചിത്രവും നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. ഭയജഗതനായിരിക്കുന്ന
ആ കുട്ടികള്, ആ സിസ്റ്റേഴ്സും അതുപോലെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആരാണിത് ചെയ്യാന്ന് വെച്ചാൽ മുഷ്ടി ചുരുട്ടി അവരെ അധിക്ഷേപിക്കുമ്പോൾ, അതാണ് ഇന്ത്യയുടെ പലപ്പോഴും പല ഭാഗങ്ങളിലുമുള്ള ഒരു അതീശത്ത മേലാള കീഴാള ചിന്താഗതിയുടെ ഒരു നേർചിത്രം പോലെയാണ് അതിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ ആ പയ്യനും അവരുടെ കൂടെ പോയ ആ പെൺകുട്ടികളും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവരുടെ സ്ഥലത്ത് നിന്ന് ഒരു പട്ടണം ചിലപ്പോൾ കാണുക, ഒരുപക്ഷെ ട്രെയിനിൽ കയറുക. അവന് റെയിൽവേ ടിക്കറ്റ് എടുക്കുന്ന കാര്യം, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന കാര്യം പോലും അവന് ശരിക്കും അറിയാവോ, അത് അറിയാനുള്ള ഭയം കൊണ്ടായിരിക്കും. നമുക്ക് പോലും ചിലപ്പോൾ എവിടെയാ പോകണമെങ്കിൽ ചോദിക്കും. അവനെ പുറം ലോകത്തേക്ക് അവർ വരികയാണ് ഒരർത്ഥത്തില് ചെയ്യുന്നത്. എന്നാൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. അതൊക്കെ മത പരിവർത്തനത്തിന്റെ നിഗൂഢ അജണ്ടകളാണെന്ന് ആരോപിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ അധസ്ഥിതരായിരിക്കുന്ന ദളിതരായിരിക്കുന്ന മനുഷ്യർക്ക് സാധാരണ മനുഷ്യരെ പോലെ സംസ്കാര സമ്പന്നരായി ജോലി ചെയ്ത് ഈ ലോകത്തിൽ മറ്റു മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അവകാശമില്ല എന്ന തരത്തിലുള്ള ഒരു എഴുതാൻ നിയമത്തിന്റെ പ്രഖ്യാപനം പോലെയാണ്. അവകാശങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ജ്യോതി ശർമ്മമാരെ പോലെയുള്ള മേലാളന്മാരാണ്. അവർക്കാണ് അതിനുള്ള അവകാശം. മറ്റുള്ളവർ താഴ്ന്നിരുന്ന മതി എന്നുള്ള നിങ്ങൾക്ക് അതിനോട് അവകാശമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാനും പോകാനും പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ലേ, അവർക്ക് പോകാൻ ആരാ നിങ്ങളോട് എനിക്ക് അവകാശമുണ്ടെന്ന് പറയാൻ വരെയുള്ള ധൈര്യം അവർക്കില്ല. അതിൽ നിന്നുള്ള കേരളത്തിലൊന്നും സ്ഥിതി പലപ്പോഴും അതല്ല നമുക്കറിയാം. ഏത് ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല, അവകാശം നിഷേധിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ അവകാശമുണ്ട്, എനിക്ക് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ട്. എങ്ങനെ വന്നത്? അത് ഈ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെയും മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറിയതിന്റെ ഫലമാണ്. അത് ഒരുപക്ഷെ ജാതി വ്യവസ്ഥയ്ക്കൊരു വെല്ലുവിളി ആയതുകൊണ്ടാണ്. മാത്രമല്ല, ഈ നിയമങ്ങളൊക്കെ വന്നതിന്റെ ഒരു പശ്ചാത്തലം, അംബേദ്കർ അന്ന് ഈ ജാതി വ്യവസ്ഥയുടെ ആ പ്രതിലോമ സ്ഥിതി അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് ബുദ്ധമതത്തിലേക്ക് മതം മാറിയപ്പോൾ 5 ലക്ഷത്തോളം ദളിതരാണ് ഒരുമിച്ച് ബുദ്ധമതത്തിലേക്ക് പോയത്. അപ്പൊ ഈ വ്യവസ്ഥിതിക്കെതിരെയുള്ള അതിശക്തമായിരിക്കുന്ന പ്രതിഷേധമായിരുന്നു അംബേദ്കറുടെ കൂടെയുള്ള വലിയൊരു ജനതയുടെ, നാഗ്പൂർ ഭാഗത്തുള്ള ജനതയുടെ ബുദ്ധമതത്തിലേക്കുള്ള മതപരിവർത്തനം. അപ്പൊ ഇത് ഒരു ഭയാനകമായിരിക്കും നീക്കുക. ഇന്നും അങ്ങനെയുള്ള ഒരു ഭയം ഇവരുടെ മേലെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള സത്യം. അങ്ങനെ ആ ഭയത്തിൽ നിന്നാണ് ഈ നിയമത്തെ അവര് ഇത്ര ശക്തമാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല, ക്രിസ്തീയ മിഷണറി പ്രവർത്തനങ്ങളുടെ സ്വാധീനം ദളിതരുടെ സാംസ്കാരിക പുരോഗതിയിൽ വരുത്തിയ അഭിവൃദ്ധി, അവർക്ക് വരുത്തിയ സാംസ്കാരിക പുരോഗതി വരുത്തിയ അഭിവൃദ്ധി ഒരർത്ഥത്തില് ഒരു അമർഷത്തോടെ നോക്കിക്കൊള്ളുന്ന ഒരു മനസ്സും മനുഷ്യർക്കില്ല എന്ന് പറഞ്ഞുകൂടാ. വിദ്യാഭ്യാസത്തിലെ മുന്നേറ്റം നമുക്കറിയാം. തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു, നല്ല ജീവിത രീതി നിലവാരം, നല്ല വീടുകൾ, നല്ല വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ദാസ്യ മനോഭാവം വിട്ടിട്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കാനായിട്ട് ഞങ്ങൾക്കും കഴിയുമെന്ന ഒരു ചിന്താഗതി ഈ അടിച്ചമർത്തപ്പെട്ട, മാർജിനലൈസ് ചെയ്ത, മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് വരുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നിന്നും ഈ തലമുറയിലേക്ക് വന്നപ്പോൾ ഈ ഒരു അതീശത്വ ഭാവം നമ്മുടെ നാട്ടിലുള്ള മേലാളന്മാർക്കുണ്ടായിരുന്നത് നമ്മളിൽ തന്നെ, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സാക്ഷികളിൽ പോലും ഇത് കണ്ടിട്ട് അത് മാറിയത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ചിത്രമാണ് അവിടെയൊക്കെ പലപ്പോഴും കിടക്കുന്നത്. അപ്പൊ ഈ യജമാന ദാസ ബന്ധം മാറുമെന്നും അപരിഷ്കൃതത്വത്തില് ഈ ബലഹീനരെ ബന്ധിച്ചിടാനായിട്ട് കഴിയുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവും ഒരർത്ഥത്തില് ഒരു അമർഷമായിട്ട് മനുഷ്യരുടെ മുമ്പിലുണ്ട്. അവരെല്ലാ നിലയിലേക്കും ഉയർന്നു വരില്ലേ, അധികാര സ്ഥാനങ്ങളിലേക്കും എല്ലാം അവർ ഉയർന്നു വരും. അവരെയൊക്കെ അവർക്കൊക്കെ ഇപ്പൊ നമുക്കറിയാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജാരവാസിനെ ഗവൺമെന്റും അതുപോലെ ഇങ്ങനെയുള്ള സാമൂഹിക ആന്ത്രപ്പോളജിസ്റ്റ് ഒക്കെ സംരക്ഷിക്കുന്ന പോലെ കാഴ്ച ബംഗ്ലാവിലെ മൃഗങ്ങളെ പോലെ, കാഴ്ച വസ്തുക്കളെ പോലെ അവരെ അങ്ങനെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അവർക്ക് മനുഷ്യ പുരോഗതിയുടെ മുഖ്യധാരയിലേക്ക് അവരെ വരുത്താതിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന നിലയിൽ പ്രസംഗിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദളിതരുടെയും അതുപോലെ ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ഉയർന്ന നിലവാരങ്ങൾ അനുവദിക്കാൻ പറ്റാത്തവരെ അങ്ങനെ തന്നെ നിർത്തി അവരെ സമൂഹത്തിന്റെ കാഴ്ചവസ്തുക്കളായിട്ട്, പഠന വിഷയങ്ങളായിട്ട് നിർത്തുന്നത് മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഒരു സമീപനമാണ്. അതൊക്കെയാണ് അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവർ, ചിന്തിക്കുന്നവർ തന്നെയാണ്, പല ചിന്തകരും ഒക്കെയാണ്.
ഈ ജാരവാസിനെയൊക്കെ അങ്ങനെ ഒതുക്കി നിർത്തുന്ന ആരാ? മൃഗങ്ങളെ പോലെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മളും അങ്ങനെ ജീവിക്കേണ്ടവരായിരുന്നല്ലോ. എന്തുകൊണ്ട് നമ്മളാരും തിരിച്ചു പോകുന്നില്ലല്ലോ? നമ്മളൊക്കെ അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ അവർക്ക് മൃഗങ്ങളായിട്ട് ജീവിക്കാനുള്ള ഒരു ചിന്താഗതി ആണ്. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് സാമൂഹിക അജണ്ടകളും ഫിലോസഫികളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. മൂന്നാമതൊരു കാര്യം മതമൗലികതയാണ്. അതായത് മതം, ഞങ്ങളുടെ മതമാണ് ശരി, അത് മാത്രമേ വിശ്വസിക്കാവുള്ളൂ, അതാണ് ശരി, അത് വിശ്വസിച്ചില്ലെങ്കിൽ അവരെ അടിച്ചമർത്തും, അതിനെതിരെ വയലന്റ് ആയിരിക്കുന്ന അക്രമപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. മുസ്ലിം മത രാഷ്ട്രങ്ങളിലൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെതിരെ മിണ്ടാനായിട്ട് പറ്റിയല്ലോ, മിണ്ടിയാലും മരണമാണ് അതിനുള്ള ശിക്ഷ. ബ്ലാസ്ഫമി ലോസ് ഒക്കെ നമുക്കറിയാം. അതുപോലുള്ള ഒരു മനസ്സ് പലപ്പോഴും എല്ലാ മതത്തിലുള്ളവർക്കും വരാം. ക്രൈസ്തവർക്കും വരാം, ഹിന്ദുക്കൾക്കും വരാം, മുസ്ലിങ്ങൾക്കും വരാം, ബുദ്ധമതക്കാർക്കും വരാം. എല്ലാവർക്കും വരാവുന്നതാണ് ഈ മത മൗലിക ചിന്ത. എന്നാൽ എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതും ദൈവവചനം പഠിപ്പിച്ചതും മനുഷ്യത്വം നമ്മളെ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യം, വിരുദ്ധ ആശയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. അല്ലെങ്കിൽ ഒരു പുരോഗതിയും ലോകത്ത് വരികയല്ലോ. എന്നാൽ പ്രതികരിക്കണം. അത് പ്രതികരിക്കുക എന്ന് മാത്രമല്ല, പ്രതികരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതിന് തീവ്രവാദമായിരിക്കുന്ന സമീപനം പാടില്ല എന്നുള്ളതാണ്. അക്രമ മാർഗങ്ങൾ പാടില്ല എന്നതാണ് സകല പുരോഗതിയുടെ അടിസ്ഥാനം. ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഐ ഡിസപ്രൂവ് ഓഫ് വാട്ട് യു സേ, ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ഡെത്ത് ഫോർ യുവർ റൈറ്റ് ടു സേ ഇറ്റ്. അതായത് നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ തീർത്തും വിയോജിക്കുന്നു, എന്നാൽ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മരണത്തോളം സംരക്ഷിക്കും. വോൾട്ടയർ പറഞ്ഞെന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലെന്നാണ് വേറൊരു ചിന്താഗതി. എന്നാൽ ഈ പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്. നിങ്ങൾ പറഞ്ഞതിനോട് ഞങ്ങൾ തീർത്തും ഞാൻ വിയോജിക്കുന്നു, എന്നാൽ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി അവകാശത്തെ ഞാൻ മരണത്തോളം സംരക്ഷിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം. ഒരു കാര്യം ശരിയല്ലെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഒന്ന് ശരിയെന്ന് തോന്നിയാൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം, അത് നിഷേധിക്കുക എന്നുള്ളതാണ് എല്ലാ ഫണ്ടമെന്റലിസ്റ്റ് പ്രസ്താവനകളുടെയും ടോട്ടാലിറ്റേറിയൻ സർവാധിപത്യ പ്രവണതകളുടെയും അടിസ്ഥാനം. ഒരർത്ഥത്തില് ഇപ്രകാരമുള്ള ആ പ്രലോഭനം, അതിനുള്ള ചായ്വ് എല്ലാവരിലും ഒരളവിലുണ്ട്. നമുക്കും ചിലപ്പോൾ കാണും. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ അവർ നിഷ്കാസിതന് പറയാൻ അനുവദിക്കാൻ പറ്റൂല, അവരുടെ വായ് മൂടിക്കെട്ടുക. അതിനെതിരെ അല്ലെ ഇന്നലെ വായ് മൂടിക്കെട്ടിക്കൊണ്ട് പറഞ്ഞാൽ എന്നാ പിന്നെ ഞങ്ങൾ മിണ്ടരുതെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് ഇന്നലെ വായ് മൂടിക്കെട്ടി ജാഥകളിലൊക്കെ ചെയ്യുന്നത്. സത്യത്തില് മതപരിവർത്തന നിരോധത്തിന്റെ പിന്നിലെ ഒരു വികലമായ ചിന്ത ഈ മൗലിക ചിന്തയാണ്. അതുപോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മറ്റൊരു കാര്യമാണ്. മതത്തിന്റെ സംരക്ഷകരെന്ന് ചമഞ്ഞാലാണ് വോട്ട് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം. ഇപ്പൊ തന്നെ നമുക്കറിയാം, കേരളത്തിലൊക്കെ നടക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് 3 മുന്നണികളും ഒരുപോലെ വാദിക്കുകയാണ്. ഞാനിന്നലെ രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രസ്താവന ഞാൻ കേട്ടു. എത്ര നേരമാണ് ക്രിസ്ത്യാനികളെ വാനോളം പുകഴ്ത്തുന്നത്. അയ്യോ, ഈ കന്യാസ്ത്രീകൾ എന്നിട്ട് പറയും ഞാനൊരു ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന് പറയുകയും ചെയ്യും. അപ്പൊ എല്ലാവരും അത് കാരണം ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയുമില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. ഉദ്ദേശം ചോദ്യം ചെയ്തിട്ടില്ല, എന്നാലും ഒരുപാട് രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട്. ഇത് വിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ല, അധികാരത്തിന് വേണ്ടി മതത്തെ വർഗീയ പ്രീണനങ്ങൾ നടത്തുന്ന ഒരു വലിയ ഒരു ചിന്താഗതി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വയ്ക്കാനായിരിക്കുന്നത്, നിയമനിർമ്മാണത്തിലെ സ്വേച്ഛാപരമായ സമീപനം കൂടെ ഇതിലൊക്കെ നമുക്ക് കാണാം. ഇപ്പൊ നമുക്കറിയാം, നിയമം എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് നിയമമാണെന്ന് പറഞ്ഞ് നിയമത്തെ ആദരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ എല്ലാ നിയമങ്ങളും മനുഷ്യത്വപരമായ നിയമങ്ങൾ അല്ല എന്നുള്ളതാണ് സത്യം. പല ഭൂരിപക്ഷ നിയമങ്ങളും അടിച്ചമർത്തലിന്റെയും ചൂഷണത്തിന്റെയും ഒക്കെ മാർഗങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വേച്ഛാപരമായിരിക്കുന്ന അധികാരമൊക്കെ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിയമമാക്കി വെച്ച് ബാക്കി അത് ലംഘിക്കുന്നവരൊക്കെ നിയമലംഘനമാക്കി ചിത്രീകരിക്കുന്നത് എത്ര എളുപ്പമുള്ള ഒരു അടിച്ചമർത്തലിന്റെ മാർഗമാണ്. നിയമത്തെ അങ്ങനെ ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ഡെമോക്രസി പോലുള്ള ഭൂരിപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ അടിച്ചമർത്തലുകൾ പലപ്പോഴും വലിയൊരു അപകടമായിട്ടായിരിക്കുന്നത്. ഭൂരിപക്ഷം കിട്ടിയാൽ അവരാണ് ശരി. ഒരിക്കലും ഭൂരിപക്ഷം ആയിക്കൊള്ളുന്നല്ല ശരി. ഒരു നിയമത്തിന്റെ ആത്മാവ് ഭൂരിപക്ഷമല്ല, മനുഷ്യത്വമാണ്, മാനുഷിക മൂല്യങ്ങളാണ്. അതിനെ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മാനുഷിക മൂല്യങ്ങൾക്കെതിരായിട്ടൊരു നിയമം വന്നാൽ അത് തെറ്റാണെന്നുള്ളതാണ് വസ്തുത. പക്ഷെ പലപ്പോഴും നിയമങ്ങളെ ഉപയോഗിച്ച് നിയമത്തെ ഉണ്ടാക്കി ആളുകളെ സ്വേച്ഛാപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള മതപരിവർത്തന നിയമത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. എന്നാൽ ഇതൊക്കെ നിൽക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ, നമ്മളൊക്കെ അതിനൊക്കെ ഇരകളായിട്ട് നിൽക്കുമ്പോൾ
മതപരിവർത്തനം സംബന്ധിച്ച ക്രിസ്തീയ വീക്ഷണം എന്താണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇതിനെയൊക്കെ പ്രതികരിക്കുമ്പോൾ ഒരു ക്രിസ്തീയ മൈൻഡ് സെറ്റിലൂടെ നമുക്ക് പ്രതികരിക്കാനായിട്ട് അനുവാദമുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാലും പറ്റിയല്ല. എന്താണ് ഒരു ക്രൈസ്തവ മനസാക്ഷി ഇതിനെതിരെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ക്രൈസ്തവ മനസാക്ഷിയുടെ രൂപീകരണം ദൈവവചനത്തിൽ നിന്നാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു മനസാക്ഷിയോട് കൂടിയാണ്, ഒരു ലെൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ അറസ്റ്റിനെയും ഈ പ്രതികരണങ്ങളെയും ഈ പീഡനങ്ങളെയും ഉപദ്രവങ്ങളെയും ഒക്കെ നമുക്ക് ന്യായീകരിക്കാനും വിലയിരുത്താനും സമീപിക്കാനും കഴിയുള്ളൂ. അപ്പോൾ എന്താണ് മതപരിവർത്തനം? മതപരിവർത്തനം എന്ന വാക്ക് സത്യത്തിൽ ബൈബിളിൽ അതുപോലൊരു വാക്കില്ല എന്ന് നമുക്കറിയാം. മതപരിവർത്തനം എന്ന വാക്കില്ല, റിലീജിയസ് കൺവേർഷൻ എന്ന വാക്കില്ല. എന്നാൽ കൺവേർഷൻ എന്ന ആശയം വരുന്ന രണ്ട് പദങ്ങൾ, അതായത് ഈ ആശയം വരുന്ന രണ്ട് പദങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് എപ്പിസ്ട്രഫി എന്ന വാക്കും മറ്റൊന്ന് മെറ്റനോയ എന്ന വാക്കുമാണ്. എപ്പിസ്ട്രഫി എന്ന വാക്ക് അതിന്റെ നൗൺ ഫോമിൽ ഒരു തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമരിയിലും കൂടെ കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അപ്പൊ മാനസാന്തര വിവരം എന്ന് പറഞ്ഞത് എപ്പിസ്ട്രഫോ എന്ന വാക്കാണ് മാനസാന്തരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം തിരിയുക എന്ന വാക്കാണ്. ടേൺ എന്ന അതിന്റെ ക്രിയാപദം ബൈബിളില് 36 തവണയോളം പുതിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ള ആശയത്തിലാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. തിരിഞ്ഞു വന്നു എന്ന് പറയുന്ന ആ വാക്ക് എപ്പിസ്ട്രഫോ എന്നുള്ള ക്രിയാപദമാണ്. തിരിഞ്ഞു വരിക എന്ന പദം. അപ്പൊ ഈ പദമാണ് മാനസാന്തരത്തിന് കൺവേർഷൻ ഉപയോഗിക്കുന്ന വാക്ക്. മറ്റൊരു വാക്ക് മാനസാന്തരം എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന വാക്ക് മെറ്റനോയിയ എന്ന പദമാണ്. അതിന്റെ അർത്ഥം മെറ്റ എന്നും നോയിയ എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ്. മെറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, അല്ലെങ്കിൽ വീണ്ടും, ആഫ്റ്റർ എന്നുള്ള വാക്കും നോയിയ എന്നുള്ളത് ചിന്ത എന്ന വാക്കുമാണ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആഫ്റ്റർ തോട്ട്, ഒരു വീണ്ടും വിചാരം, ഒരു തിരിച്ചു ചിന്തിക്കൽ എന്ന ആശയമാണ് അതിനുള്ളത്. അതിനൊരു മനം മാറ്റം ആണ്, ഒരു ചിന്തയുടെ പരിവർത്തനമാണ്. അതിനെയാണ് ബൈബിളിൽ റിപ്പൻറ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പലവട്ടവും മലയാളത്തിൽ മാനസാന്തരം എന്നും പലതവണയും 22ഓളം തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, മറ്റു മതവിശ്വാസങ്ങളെയും മത കാഴ്ചപ്പാടുകളെയും തള്ളിക്കളഞ്ഞ് ക്രിസ്തുവേശുവിലേക്ക് വിശ്വസിച്ച് ക്രിസ്തുവിനെ ആശ്രയിക്കുക എന്നതിന് പൊതുവെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മാനസാന്തരം എന്ന വാക്ക്. ഇതിനെ ഒരു മതത്തിലേക്ക് മാറൽ എന്നൊരാശയമില്ല. മതം എന്നുള്ള ഒരു പദം 1-2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മതത്തിന്റെ മർമ്മം, അപ്പൊ അതേതാന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അത് ഞാൻ ശ്രദ്ധിക്കാം. ഈ വാക്കുകളിലൊന്നും മതപരിവർത്തനം എന്നുള്ള പരിഭാഷയില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ഒരാൾക്ക് ഇതുപോലൊരു മാനസാന്തരം വന്നാൽ അവന്റെ ആ ജീവിത രീതികളും പ്രവർത്തന രീതികളും അസോസിയേഷൻസ് ഒക്കെ മാറും. അതുകൊണ്ടാണ് അതിനുള്ള മതം അല്ലെങ്കിൽ ആ മത സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻ, ഒരു വിവക്ഷ സത്യത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. സത്യത്തിൽ മാനസാന്തരം എന്ന ബൈബിളിന്റെ വാക്ക്, പരിവർത്തനം എന്ന ആ വാക്കിന്റെ അർത്ഥം യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനും അവിടുത്തെ ഉപദേശങ്ങളും മാതൃകയും അനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ തീരുമാനമാണ് മാനസാന്തരം. അതൊരു തീരുമാനമാണ്. ക്രിസ്തുയേശുവിനെ വിശ്വസിക്കുക, അവിടുത്തെ ഉപദേശവും അവിടുത്തെ ജീവിത മാതൃക അനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു തീരുമാനമാകുന്ന സ്ഥിതിക്ക് തന്നെ ഒരു വ്യക്തിക്ക് ഈ തീരുമാനം എടുക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാനസാന്തരം, ക്രിസ്തീയ അർത്ഥത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്, ആ പരിവർത്തനം എന്ന് പറയുന്നത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സ്വന്തം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാളെ കൺവേർട്ട് ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല. കാരണം കൺവേർഷൻ ഒരു പേഴ്സണൽ കാര്യമാണ്, ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഈ സിസ്റ്റർമാർ ആരോ പറഞ്ഞു ഇതിന് ഞങ്ങൾ ആരെയും മതപരിവർത്തനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
കത്തോലിക്കർ പൊതുവെ പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഞങ്ങൾ ആരെയും മതപരിവർത്തനം ചെയ്യുന്നില്ല, ഈ അടുത്ത നാളുകളൊന്നും ചെയ്തിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് അവർ ആരോപണം കൂടെ പറയും. ഇന്നലെ ഒരു യൂട്യൂബിൽ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, ഈ പെന്തക്കോസുകാരെ പോലെയുള്ള ആളുകളാണ് ഈ മതപരിവർത്തനം ചെയ്യുന്നത്, അതൊക്കെ അവരുടെ പണിയാണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊട്ടസ്റ്റന്റ് സുവിശേഷം ഇതിനെ പറ്റി പറയുന്ന പേരാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സത്യത്തിൽ പെന്തക്കോസുകാരും മതപരിവർത്തനം ചെയ്യുന്നില്ല, കത്തോലിക്കലും ചെയ്യുന്നില്ല. മതപരിവർത്തനം നടത്താൻ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം അതൊരു വ്യക്തിയുടെ തീരുമാനമാണ്, അവരുടെ ഹൃദയത്തിൽ നടക്കുന്ന തീരുമാനമാണ്. പുറമേ നിൽക്കുന്ന ഒരാചാരവും അല്ല ബൈബിൾ അനുസരിച്ച് മതപരിവർത്തനം. അത് സ്നാനപ്പെടുത്തിയാലോ, ആചാരം ചെയ്താലോ, വെള്ളം തെളിച്ചാലോ, എന്തെങ്കിലും ക്രിസ്തീയ പ്രവർത്തനം ചെയ്താലോ, പള്ളിയിൽ കൊണ്ടായാലോ ഒന്നും ക്രിസ്തീയ അർത്ഥത്തിൽ, ബൈബിളിന്റെ അർത്ഥത്തിൽ മാനസാന്തരമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ അത് വ്യാജമായിരിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ മാനസാന്തരം ബൈബിൾ പ്രകാരം ഒരാൾക്കും മറ്റൊരാളെ മാനസാന്തരപ്പെടുത്താൻ കഴിയുകയില്ല. അത് ക്രിസ്തീയ ദർശന പ്രകാരം അത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ മാനസാന്തരം ആര് ചെയ്യുന്ന പ്രവൃത്തിയാണ്? ബൈബിൾ നോക്കിയാൽ നമുക്കറിയാം, അത് ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ജാതികൾക്ക് മാനസാന്തരം നൽകി എന്നാ പറഞ്ഞത്. അത് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ട് ഇത് സത്യമാണെന്ന് ദൈവം വെളിച്ചം കൊടുക്കുമ്പോൾ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാനായിട്ട്, വിശ്വസിച്ച് അനുഗമിക്കാൻ എടുക്കുന്ന തീരുമാനമാണ്. അത് ദൈവം കൊടുക്കണം. ദൈവം ഹൃദയം തുറക്കണം. പിന്നെ തുറന്നാൽ പിന്നെ മനുഷ്യന് അടയ്ക്കാനായിട്ട് കഴിയൂല. ബജരംഗദളുകാർക്കും RSSകാർക്കും ആർക്കും അത് അടയ്ക്കാനായിട്ട് കഴിയൂല. കാരണം അത് ദൈവത്തിന്റെ ഒരു പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ പ്രവർത്തനമാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണത്. ദൈവം തെരഞ്ഞെടുത്തവരെ തടയാനായിട്ട് ലോകത്തിൽ ആർക്കും കഴിയില്ല. ദൈവം മാനസാന്തരം തരുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ ഒരു ആ ജീവിതത്തിന്റെ പരിവർത്തനം അവരിൽ മാത്രം. അത് ഇതൊരു പേഴ്സണൽ ആയിരിക്കുന്ന, ഒരു ആന്തരികമായിരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ കാര്യമാണ്. അതിന്റെ പ്രതികരണങ്ങളും പ്രകടനങ്ങളും ഒക്കെ പുറമെ കാണുമായിരിക്കും. ഇനി ഇതല്ലെങ്കിൽ, ആളുകൾക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? കഴിഞ്ഞ ഇന്ത്യയിലെ മിഷണറി പ്രോത്സാഹനം തുടങ്ങിയിട്ട് ഇത്രയും കാലമായില്ലേ? വടക്കേ ഇന്ത്യയിലും ഇന്ത്യയുടെ നാനാഭാഗത്ത് ഇത്രയും സ്കൂളുകൾ, ആയിരക്കണക്കിന് സ്കൂളുകളും ആശുപത്രികളും ഒക്കെ സ്ഥാപിച്ചിട്ടും എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല? വരാത്തതിന്റെ കാരണം ദൈവം ഹൃദയം തുറക്കുന്നവർ മാത്രമേ വരുവുള്ളൂ. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ മോനെ വിട്ടത് ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ അപ്പം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്, എന്റെ അപ്പന്റെ അപ്പം പഠിച്ചതുപോലും ക്രിസ്ത്യൻ സ്കൂളുകളാണ്. എന്നിട്ട് രാഹുൽ ഈശ്വർ, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ നിന്നത്? ക്രിസ്ത്യാനികളെ കാണാത്തോണ്ടാണോ? ക്രിസ്തീയ സന്ദേശം കേൾക്കാത്തോണ്ടാണോ? ഒന്നല്ല കാരണം. മാനസാന്തരം ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ചികിത്സിക്കുന്ന സിസ്റ്റർമാർക്കും നാട്ടിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർമാർക്കും ഒന്നും ഒരാളെ മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല. അത് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കും പറയാം, ഒരർത്ഥത്തിൽ നമുക്കും പറയാം, ഞങ്ങൾ ആരെയും മാനസാന്തരപ്പെടുത്തുന്നില്ല, കൺവേർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാം. ഞങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രവൃത്തി അല്ലത്. പിന്നെ നമ്മുടെ പ്രവൃത്തി എന്താണ്? ക്രിസ്ത്യാനികളുടെ പ്രവൃത്തി സത്യത്തിൽ സുവിശേഷ പ്രചരണമാണ്. അത് നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയല. അത് പുതിയ നിയമത്തിന്റെ താളുകൾ നമ്മൾ വായിച്ചു നോക്കി നമുക്കറിയാം. ലോകത്തിന്റെ അതിരുകളോളം കർത്താവായ യേശു ക്രിസ്തുവിന്, അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയാൻ, അവനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് സാക്ഷ്യം പറയാനായിട്ട് അയക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. അതിന് ഒരക്രമ മാർഗവും കർത്താവ് അനുവദിച്ചിട്ടില്ല. അത് പ്രസംഗിക്കാൻ, ജീവിതം വഴി വാക്ക് വഴിയും പറയാനുള്ള നിയോഗം നമുക്കുണ്ട്. അത് പറയാതിരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. യവനന്മാർക്കും ബർബരന്മാർക്കും ജാതികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഒരു മനുഷ്യന്റെ യാത്ര ദോഷത്തിലേക്കാണ് എന്ന് ഒരാൾ തിരിച്ചറിഞ്ഞാൽ, ഈ വഴി പോകുന്നതല്ല, ഈ വഴിയാണ് രക്ഷയുടെ മാർഗം, നന്മയുടെ മാർഗം എന്ന് പറയുന്നത് എത്ര അനുഗ്രഹകരമായ ഒരു കാര്യമാണോ അത് മാത്രമാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. അതിനൊരു സമ്മർദ്ദവും ഇല്ല, ഒരു കോർഷനും ഇല്ല, ഒരു ഉപദ്രവങ്ങളും ഇല്ല, ഒരു ഭീഷണികളും ഇല്ല, ഒരു ത്രെറ്റനിങ്ങും ഇല്ല. അക്കാര്യത്തില് ഇതൊരു ആഹ്വാനമാണ്, ഇതൊരു പ്രഖ്യാപനമാണ്. ഇപ്പൊ ഇലക്ഷൻ പ്രചരണവും നമ്മൾ പറയും. എത്ര ശക്തമായ പ്രചരണമാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ ആളുകൾ ചെയ്യുന്നത്. അതിനെ ആരെങ്കിലും കോർഷനായിട്ടോ സമ്മർദ്ദമായിട്ടോ പീഡനമായിട്ടോ പറയാറുണ്ടോ? ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഘോരം പ്രസംഗിച്ചാലും
അത് വളരെ ശരിയായിരിക്കുന്നത്. പ്രസംഗിക്കുന്നില്ലെങ്കിലാണ് ജനാധിപത്യം വിജയിക്കാതിരിക്കുന്നത്. അത് അത് മനുഷ്യന്റെ അങ്ങനെയല്ലേ ശരിയായത് വരുള്ളൂ. എല്ലാവർക്കും അറിയാം, ശരിയായത് വരണമെങ്കിൽ ഈ വിവിധ ആശയങ്ങളും വിവിധ പ്രത്യയശാസ്ത്രങ്ങളും ഏറ്റുമുട്ടി ആളുകൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കണം. അത് ന്യായമാണെങ്കിൽ 5 വർഷം ഭരിക്കാനുള്ള ഗവൺമെന്റ് തിരഞ്ഞെടുക്കേണ്ടത് ന്യായമാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിത്യതയെ സംബന്ധിച്ച, അവന്റെ നിത്യജീവനെ സംബന്ധിച്ച ഒരു ചോദ്യം, ഒരു ചോയ്സിന്റെ കാര്യം വരുമ്പോൾ അതിനുള്ള ഒരു മാർഗം, ഒരു ന്യായവും യുക്തിസഹവും ചരിത്രപരമായി സാധൂകരിക്കപ്പെട്ടതും സകല തെളിവുകളും നിരത്തുന്നതുമായ ഒരു ന്യായം ഒരാൾ കണ്ടെത്തിയാൽ അത് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഡിസർവീസ്, ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹമായിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ക്രിസ്തീയ മാർഗ സുവിശേഷത്തിന്റെ പ്രസംഗമാണ്. സുവിശേഷത്തിന്റെ പ്രസംഗമാണ് അവർ ചെയ്യുന്നത്, നമുക്കറിയാം. എന്നാൽ അതാരെങ്കിലും കേട്ട് അത് വിശ്വസിച്ചാൽ, അപ്പൊ അതാണ് അടുത്തൊരു ചോദ്യം. സത്യത്തിൽ ക്രിസ്തീയ സാമൂഹ്യ സേവനങ്ങൾ എന്നുള്ളത് സുവിശേഷം വിശ്വസിക്കാനുള്ള തന്ത്രങ്ങളാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇപ്പൊ ഇന്നലെ ആ പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ആഗ്രഹം കൊണ്ടുപോയിട്ട് അവർക്ക് ജോലി കൊടുക്കുകയാണ്. അത് അവളെ മാനസാന്തരപ്പെടുത്താനുള്ള തന്ത്രം. സത്യത്തിൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ സാമൂഹ്യ സേവനങ്ങൾ സുവിശേഷം വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല, സുവിശേഷം വിശ്വസിച്ചത് നിമിത്തമുള്ള പ്രവർത്തികളാണ്. ഈ സിസ്റ്റേഴ്സ് അവിടെ പോയിട്ട് ആശുപത്രി നടത്തിയത് ഇവരെ മാനസാന്തരപ്പെടുത്താനല്ല. ഇവർ മാനസാന്തരപ്പെട്ടതുകൊണ്ട്, അവിടെയുള്ള മനുഷ്യർ നമ്മുടെ സഹജീവികളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും നന്മ ചെയ്യാനും അവരുടെ ആ കഷ്ടതയിൽ കൂടെ ഇരിക്കാനും അവരെ ഉദ്ധരിക്കാനും പഠിപ്പിക്കാനും അവർക്ക് ഉത്കർഷം വരുത്താനുമുള്ള ഒരു ജീവിത സമർപ്പണമാണ് അത് ചെയ്തത്. അതവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യമല്ല. അവർ വിശ്വസിച്ചതിന്റെ ഒരു ന്യായമായ പ്രതികരണമാണ്. സൽപ്രവൃത്തികൾക്കായിട്ട് രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണ് ഈ ആശുപത്രികളും ഈ സ്കൂളുകളും ഈ സാമൂഹിക പ്രവർത്തനങ്ങളും. അതാണ് മദർ തെരേസ കൽക്കട്ടയിൽ വന്ന് ചെയ്തത്. അവർ വന്നിട്ട് എത്ര സഭകൾ അവിടെ സ്ഥാപിച്ചു. മദർ തെരേസ വന്നിട്ട് ലോകപ്രസിദ്ധിയായിരുന്നു അവര്. കൽക്കട്ടയിലെ തെരുവീതികളിൽ അസലടരായി പുറത്തെറിയപ്പെട്ടതായിരിക്കുന്ന മനുഷ്യ കോലങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് മരിക്കാനൊരു ഇടം കൊടുക്കുക അവർ ചെയ്തത്. എന്തുകൊണ്ട് അവർ ചെയ്തു? ഇവരെയൊക്കെ ക്രിസ്ത്യാനികളാക്കാനാണ്. അവർ മനുഷ്യരായതുകൊണ്ടാണ്. ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളത് അത് വേറൊരു കാര്യം. അത് സുവിശേഷത്തിന്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും വാക്കിലും സുവിശേഷം കണ്ടാൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ദൈവം മാനസാന്തരം കൊടുത്തവർ വിശ്വസിക്കും, അല്ലാത്തവർക്ക് വിശ്വസിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. നമ്മുടെ പ്രവൃത്തിയല്ല. ഞങ്ങളുടെ ജ്യേഷ്ഠൻ മധ്യപ്രദേശിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. 19 വർഷമായി ഒരു ചെറിയൊരു ആശ്രമമൊക്കെ അവിടെ ഇട്ട് അവിടെ ഒരു സ്കൂൾ നടത്താം. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു 2500-3000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവർക്കൊരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഒരു 10-30-40 പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരാരാ? നിങ്ങൾ പറഞ്ഞിട്ട് വന്നില്ല? അല്ല, അത് അവിടെ ജോലിക്ക് വന്നവരും പല സ്ഥലത്തു നിന്നൊക്കെ സർക്കാർ ജോലിയൊക്കെ വന്ന അവരുടെ കുടുംബങ്ങളൊക്കെ വരുന്ന. അപ്പൊ മതപ്രവർത്തനം നടത്താൻ എന്തുകൊണ്ട് ഈ സ്കൂൾ പൂട്ടിട്ട് പോരുന്നില്ല എന്ന് ആരും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ആശുപത്രികൾ പൂട്ടിട്ട് പോരുന്നില്ല? അവർ ക്രിസ്ത്യാനികളാണ്. അവർ ദൈവവചനം അറിയുന്നവർ, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. അവരവിടെ നിൽക്കുന്നു. അവര് ആ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വലിയൊരു സാമൂഹിക പ്രസ്ഥാനം നടത്തുന്നു. പലപ്പോഴും യേശു എന്നുള്ള പേര് വരെ പറയാൻ അനുവാദമില്ല. മതപ്രവർത്തനം നടത്താനാണെങ്കിൽ അവരിട്ടിട്ട് പോന്ന പോരെ? ഇല്ല, അവർ പോരില്ല. അവർ പോരാത്തതിന്റെ കാരണം ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുന്നു. മനുഷ്യന്റെ കഷ്ടതയും കണ്ണുനീരും കണ്ടാല്, അവരുടെ പരിത്യക്തതകളും അശരണതയും കണ്ടാല് അതിനെ സഹായിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. അത് ദൈവകൽപ്പനയുടെ നിഷേധമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തനം. ഇതൊന്നും മതം പ്രചരിപ്പിക്കാനുള്ള കാര്യങ്ങളല്ല. മാത്രമല്ല ആലോചിച്ച് നോക്കി, ഈ ക്രിസ്ത്യാനികളല്ലാതെ പല മതങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവരിത് ഈ ഒരൊറ്റ ക്രൈസ്തവരില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മതസ്ഥാപനങ്ങൾ ഈ ആശുപത്രികളും സ്കൂളുകളും നടത്താൻ ഒരു മനുഷ്യൻ പോലും വിശ്വാസത്തിലും ഒന്നും വന്നില്ലേലും ഈ സ്കൂളുകളൊക്കെ നടത്താൻ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം ഏതാ? ഏതെങ്കിലും മുസ്ലിം സ്കൂളുകൾ അങ്ങനെ കിട്ടുന്നുണ്ടോ? ഞാൻ ഉദാഹരണത്തിന് ചോദിക്കാം. എന്തുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ പോകുന്നു? ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നിർബന്ധം, മനുഷ്യ സ്നേഹം. അതിനെ മുഴുവൻ മതപരിവർത്തനത്തിന് ഗൂഢാലോചന എന്ന് ചിന്തിച്ചാല്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടെങ്കിലും നമ്മുടെ മനസാക്ഷിയിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ സേവനങ്ങളും ആശയങ്ങളും ആരെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചാൽ അത് ക്രിസ്തീയതയുടെ മഹത്വമാണ്, അത് ക്രിസ്തീയതയുടെ ബലഹീനതയല്ല. ഇപ്പൊ ആരെങ്കിലും പറയാം നിങ്ങളുടെ ഈ ദൈവത്തെ, ഈ തത്വശാസ്ത്രത്തെ ഞങ്ങൾക്ക് വേണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നിഷേധിക്കും? ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയല. കാരണം ആ ബോധ്യം അവന്റെ ഉള്ളിൽ ജനിപ്പിച്ചത്
ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അതിനെ തടയാൻ ആർക്കും കഴിയല എന്ന് നമുക്കറിയാം. നമുക്കൊട്ട് ആ ബോധ്യം ജനിപ്പിക്കാനും കഴിയല, ആ ബോധ്യം ജനിച്ചവരെ തടയാനായിട്ട് ലോകത്തിന് കഴിയല എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ പീഡനങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പരിവർത്തനത്തെ സംബന്ധിച്ച് ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതായിരിക്കണം. എല്ലാവരും പോകുന്നത് ആളുകളെ പരിവർത്തനം നടത്തുക എന്നുള്ള, പരിവർത്തനം പോയാലും പോയില്ലേലും സുവിശേഷത്തിന് സാക്ഷിയാകുക എന്നുള്ളത് ഒരു ക്രൈസ്തവന്റെ ധർമ്മവും ഒരു ക്രൈസ്തവ ഉത്തരവാദിത്വമാണ്. എന്നാൽ അവരുടെ പ്രവർത്തികളെല്ലാം മതപരിവർത്തനം നടത്താനുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളല്ല. അതൊക്കെ മനുഷ്യത്വത്തിന്റെ വിലയറിഞ്ഞതുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കളാണെന്നും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒരു പിതാവിന്റെയും ഒരു അമ്മയുടെയും മാതാവിന്റെയും മക്കളാണ് സകല മനുഷ്യരും എന്നുള്ള തിരിച്ചറിവാണ് ഒരു ക്രിസ്ത്യാനിയെ ആദര ശുശ്രൂഷയ്ക്കും സാമൂഹ്യ സേവനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പുരോഗതികളിലേക്കൊക്കെ നയിക്കാൻ അവരെ സമർപ്പിതരായിട്ട് അയക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതൊന്നും പരിവർത്തന കാര്യങ്ങളല്ല. ഇതൊക്കെ അവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയല്ലായിരിക്കും. അത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അവർക്കുണ്ട്. എന്നാൽ നമ്മുടെ ഇങ്ങനെയുള്ള നിലപാടുകൾ, എന്നാൽ ആൾ വിശ്വസിക്കാതെ ഇതിനെ എതിർക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നിവിടെ ഞാൻ സൂചിപ്പിച്ച് ഈ അവതരണം ഞാൻ അവസാനിപ്പിക്കാം. എതിർപ്പുകളും ഇങ്ങനെയുള്ള പീഡനങ്ങളും വരുമ്പോൾ നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കണം? ദൈവവചനത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ലോകം നമുക്ക് അനുകൂലം നിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കോണം. നമ്മൾ ഈ നന്മയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും, അയ്യോ ഒരു നന്ദി കാണിക്കുമായിരിക്കും, എല്ലാവരും നമ്മളെ പുകഴ്ത്തുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. ചിലരൊക്കെ പുകഴ്ത്തുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഒരു സത്യം നമ്മൾ ഓർക്കണം. കർത്താവ് പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ സിസ്റ്റേഴ്സ് ആ പോലീസുകാരുടെ മുമ്പിൽ, ആ കോടതിയുടെ മുമ്പിൽ, ആ ആക്രോശിക്കുന്ന ആ മനുഷ്യരുടെ മുമ്പിൽ അവര് ഭയചകിതരായി, അവരുടെ അക്ഷരം മിണ്ടാൻ ഭയപ്പെട്ട് അവരിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഈ വാക്യം നമ്മൾ ഓർക്കണം. സന്തോഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു. അവരെ തട്ടിപ്പ് നടത്തിയിട്ട് അവരുടെ പൈസ അടിച്ചു മാറ്റാൻ ഗൾഫിലും ആഫ്രിക്കയിലും അല്ല അമേരിക്കയിലും അലാസ്കയിലൊക്കെ വിടാൻ വേണ്ടി കൊണ്ടുപോയതല്ലോ. ഇവർക്ക് ജോലി എടുക്കാൻ കൊണ്ടുപോയതല്ലേ. പക്ഷെ പീഡനം എന്തുകൊണ്ട് വന്നു? ക്രിസ്തുവിന്റെ പേര്. സന്തോഷിക്കണം. അപ്പൊ അതിൽ നമുക്ക് ഒരു പ്രശംസയുണ്ട്. കാരണം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അതിൽ പങ്കാളിത്തമാണെന്നുള്ള തിരിച്ചറിവ് ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് വരണം. കൊലപാതകനും കള്ളനും ദുഷ്പ്രവൃത്തിക്കാരനായിട്ടല്ലോ ഈ കഷ്ടം, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടല്ലോ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട, ലജ്ജിക്കരുത്. അപ്പൊ 4:24 നമ്മൾ വായിക്കുന്നുണ്ട്, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ ഭവിഷ്യത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. ഇതാണ് ഒരു ക്രൈസ്തവന്റെ ആറ്റിറ്റ്യൂഡ്. ഭയപ്പെടണ്ട. മറ്റൊരു ആശയം ഞാൻ പറയാൻ, ഇപ്പൊ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് എതിർപ്പില്ലേ? സുവിശേഷം പറയുന്നവർക്ക് എതിർപ്പില്ലേ? പ്രതികൂല ലോകത്തിലേക്ക് പോയി പറയാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ എതിർപ്പില്ലേ? ഈ കന്യാസ്ത്രീകൾ അങ്ങോട്ട് പോയെന്തിനാ? ക്രിസ്തുവിന്റെ സ്നേഹം. ഈ സുവിശേഷന്മാർ അങ്ങോട്ട് പോകുന്നതിനാ? യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുകയാണ്. യേശു ക്രിസ്തു സ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം അവരിൽ നിറഞ്ഞത് ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമല്ല, ക്രിസ്തുവിൽ മനുഷ്യരോടുള്ള സ്നേഹം നിർബന്ധിക്കുകയാണ്. സന്തോഷിക്കാനായിട്ട് കഴിയും. കഷ്ടങ്ങളിൽ സന്തോഷിക്കുക. അതുപോലെ നമുക്ക് അവസരങ്ങളൊക്കെ വരുമല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരും. ഇതൊക്കെ സത്യത്തിൽ ഇത് പരാജയമല്ല, ഇത് വിജയമാണ്. ഇപ്പൊ ഈ ഒരു കേസ് തന്നെ നമ്മൾ എടുത്തു നോക്കുക.
ഇപ്പം കത്തോലിക്കയിലെ 2 സഹോദരിമാരാണ്. ഈ കേസ് തന്നെ എടുത്തു നോക്കുക. സത്യത്തിൽ ഇവിടെ കോടതി കയറ്റിയത് എന്തിനാ? ക്രിസ്തീയ വിശ്വാസത്തെ കോടതി കയറ്റിയതാണ്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിനെ പ്രസംഗിക്കണമോ വേണ്ടയോ എന്ന ചോദ്യമല്ലേ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെയുള്ള സമയങ്ങൾ എങ്ങനെ ഉപയോഗിച്ചത്? ഇതാണ് പൗലോസിന്റെ ഏറ്റവും വലിയ സാക്ഷ്യ മേഖല എന്നറിയാം. യെരൂശലേമിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പൗലോസിന്റെ കഥ അങ്ങ് പറഞ്ഞു. ഫെസ്തോസിന് മുമ്പിൽ നിന്നപ്പോൾ പൗലോസിന്റെ അഗ്രിപ്പ രാജാവിന് മുമ്പിൽ നിന്നപ്പോൾ പൗലോസിന്റെ മാനസാന്തര കഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ അഗ്രിപ്പ തന്നെ പറയുകയാണ്, എന്നെ അല്പം കൊണ്ട് നീ എളുപ്പത്തിൽ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിച്ചു. കൈസറിന്റെ മുമ്പിൽ നിന്നപ്പോൾ എന്തായിരിക്കും പറഞ്ഞിരിക്കുക? അങ്ങനെ ഒരു സംഭവം കൈസറിന്റെ നേരിട്ട് മുമ്പിൽ നിന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ കൈസറുടെ അരമനയിൽ അനേകർ വിശ്വാസികളായി തീർന്നതുകൊണ്ടാ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ സഹോദരിമാര് സത്യത്തിൽ സുവിശേഷത്തിന്റെ ഒരു മുഖമായി ഭാരതത്തിന്റെ തന്നെയല്ല, ഇന്ത്യയുടെ മുമ്പില്, ലോകത്തിന്റെ മുമ്പില്, ഇന്ത്യയുടെ തന്നെയല്ല ലോകത്തിന്റെ മുമ്പില് ഉയർന്നു നിൽക്കുക എന്ന് ഓർക്കണം. അപ്പോഴ് എത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രതികരണം, അവരുടെ ഒരു നോട്ടം, അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു ഏതെങ്കിലും ഒരു ചലനം പോലും ഈ സുവിശേഷത്തിന്റെ കണ്ണാടി വെച്ച് ലെൻസിൽ കൂടെ നോക്കുക. അവര് എത്ര ശ്രദ്ധിക്കണം. അവർ അക്ഷരം മിണ്ടാതിരുന്നെങ്കിൽ, ഞാനിപ്പോ ഓർക്കാണ്, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവർ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ മിണ്ടാതിരുന്നു. സോ ബ്യൂട്ടിഫുൾ. അത് ക്രിസ്തീയമാണത്. ഇനി അവർ വാ തുറന്ന് പറഞ്ഞാലും അവർ പറയേണ്ട വാക്ക് എന്തായിരിക്കണം? ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞതുപോലെ, എന്റെ കർത്താവ് എന്നെ ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ പോലെ പ്രതികരിക്കേണ്ട സമയമാണ്. സത്യത്തിൽ അനുകൂല സാഹചര്യങ്ങളെക്കാൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ്. നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എത്ര ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രതികരണം ക്രൂശെ കിടന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, ആ 7 മൊഴികളും സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആർക്കും പറയാൻ കഴിയാത്ത 7 മൊഴികൾ പോലെയാണ്. ഒരു വാക്ക് തന്നെ എടുക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ഒരു ഒറ്റ വാക്ക് പോരെ സത്യത്തിൽ നമുക്ക് ക്രിസ്തീയതയുടെ മഹത്വം വിളിച്ചറിയിക്കാനായിട്ട്. അപ്പൊ വിവേകപൂർവമായ സമീപനം നമ്മൾ സ്വീകരിക്കണം. നല്ല സ്വാധീനങ്ങൾ ഉപയോഗിക്കുക. അതായത് ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ പലയിടത്തും സുവിശേഷത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, സുവിശേഷം പറയുന്നവരുണ്ട്. നല്ല സ്വാധീനങ്ങളൊക്കെ ഉപയോഗിക്കുക. അവിടെയൊക്കെ മരിക്കാൻ വേണ്ടിയും കഷ്ടപ്പെടാൻ വേണ്ടിയും നിന്നു കൊടുക്കണമെന്നല്ല. കർത്താവ് പറഞ്ഞ പോലെ മലയിലേക്ക് ഓടിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഓടിപ്പോകുന്ന സ്ഥലം ഉണ്ടാവും. പൗലോസിനെ കൊട്ടയിൽ ഇറക്കി വിട്ട സമയങ്ങളില്ല. വിവേകത്തോടു കൂടെ രക്ഷപ്പെടേണ്ടടുത്തൊക്കെ രക്ഷപ്പെടണം, മാറേണ്ടടുത്ത് മാറണം. നിയമാനുസൃതമായിരിക്കുന്ന നല്ല മാർഗങ്ങൾ കേസും കൊടുക്കാവുന്നിടത്തൊക്കെ കൊടുക്കുക. എന്നാലും വഴിവിട്ട മാർഗങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട, ആരുടെയും ദുസ്വാധീനത്തെ കീഴ്പ്പെടേണ്ട. ചില ന്യായമായ ലോബിയിങ്ങും നിയമാനുസൃതമായിരിക്കുന്ന പ്രതികരണങ്ങളും ഒക്കെ നടത്താം. അതിപ്പോ വിശ്വാസികളെല്ലാം നടത്തണോ, ആരെങ്കിലും നടത്തണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും തെറ്റാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ശരിയായിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ നടത്തുക. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് പ്രാർത്ഥനയിൽ പോരാടുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഒന്ന്, നമ്മൾ നിരാശപ്പെട്ട് മടുത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ തന്നെ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിട്ടേച്ച് പോകാമെന്നൊരു തോന്നലങ്ങ് വരാൻ മേലേ. അവിടെയാണ് പ്രാർത്ഥന. നമ്മുടെ കർത്താവ് കാണിച്ചു തന്നല്ലേ, കഷ്ടങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, ദൈവം ബലപ്പെടുത്തി. പ്രാർത്ഥനയിൽ ഓരോ പ്രതികരണങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ സുവിശേഷ വേലയിൽ എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും, എവിടെ ക്രിസ്തുവിനോട് ജീവിച്ചാലും ഉപദ്രവവും കഷ്ടതയും ഉണ്ടാവും. നമുക്കറിയാമല്ലോ. അത് കുടുംബത്തിലുണ്ടാവും, സ്വന്തം സഭയിലുണ്ടാവും. അത് വടക്കേന്ത്യ പോകണമെന്നൊന്നും ആഗ്രഹമില്ല. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവവും എതിർപ്പുകളും നിന്ദകളും തിരസ്കരണങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാവും. അവിടെയൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാ കൃപാസനം. കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് നമ്മുടെ കഷ്ടങ്ങളും സങ്കടങ്ങളുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവൻ ആശ്വസിപ്പിക്കും, അവൻ ബലപ്പെടുത്തും, പ്രാഗൽഭ്യം തരും, ശക്തി തരും. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലം കുരുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പ്രാഗൽഭ്യത്തോടെ ദൈവവചനം സംസാരിച്ചു. പുറകോട്ട് പോവുകയല്ലേ ഇത്, ദൈവവചനത്തിന് വേണ്ടി ഊർജ്ജസ്വലമായിട്ട് നിന്നു. പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാര് നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായിരിക്കുന്ന എത്രയോ ആളുകള് ജോലിക്കാരായിട്ടും സുവിശേഷ സാക്ഷ്യം പല നിലയിൽ പല ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ നടന്നു. പ്രത്യേകിച്ചും എതിർപ്പുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അവരെയൊക്കെ പ്രാർത്ഥിച്ച് അവർ മടുത്തു പോകാതെ, അവർ സങ്കടപ്പെട്ടു പോകാതെ, അവർ ഉറച്ചു നിൽക്കാൻ, കഷ്ടങ്ങളിൽ കർത്താവിന്റെ ആശ്രയിക്കാൻ, ദൈവവചനത്തിന്റെ പ്രോത്സാഹനവും ധൈര്യപ്പെടുത്തലും ഒക്കെ ഇട്ട് അവരുടെ ബോധ്യങ്ങൾ വർദ്ധിക്കാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
അവർക്ക് അവരെ ദൈവസന്നിധിയിൽ ഓർക്കണം. അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രാഗൽഭ്യത്തോട് വചനം പറയാനായിട്ട് പ്രാർത്ഥിക്കണം. കഷ്ടങ്ങളിൽ നമുക്ക് കൂടെ നിൽക്കാം. മാത്രമല്ല, ക്രിസ്തീയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നത് നമ്മളെ പോലുള്ള വിശ്വാസികൾ മാത്രമല്ല, നമ്മളാർക്കും പറഞ്ഞാൽ ആരും കേൾക്കുകയല്ല. എന്നാൽ കേൾക്കുന്ന പല ക്രിസ്ത്യാനികളും ഉണ്ട്. അവരുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉപദേശത്തെയൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിലും അവരെയൊക്കെ ക്രിസ്ത്യാനികളെന്നല്ലേ അറിയുന്നേ. അവരൊക്കെ പറഞ്ഞാലേ കേൾക്കും. ഇപ്പൊ മാർപ്പാപ്പ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു ബിഷപ്പ് ഒരു വാക്ക് പറഞ്ഞാൽ, ആർച്ച് ബിഷപ്പ് വാക്ക് പറഞ്ഞാൽ, അതൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ ജിഹ്വയായിട്ട് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ 1-2 വാക്കുകളൊക്കെ കേട്ടു. ക്ലിമ്മീസ് പിതാവൊക്കെ പറഞ്ഞു കേട്ടു. ചില കാര്യമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അവർ ക്ലിമ്മീസ് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞായിരിക്കുന്ന ഒരു കാര്യം, അവസാനത്തെ ക്രിസ്ത്യാനി ഇന്ത്യയിൽ അവശേഷിക്കുന്നിടത്തോളം ഞങ്ങൾ ഈ സുവിശേഷം പറയുമെന്ന് പറഞ്ഞു. കർത്താവിന് പറയുന്ന പറഞ്ഞേ. അതൊക്കെ പ്രാർത്ഥനയുടെ ഫലമല്ലേ. ദൈവം അവരുടെ വാക്കുകളൊക്കെയും ഒരു സിംക്രട്ടിസത്തിന്റെയും ഒരു വിട്ടുവീഴ്ചയുടെയും വാക്കുകളായി തീരാതെ, വെറും പൊളിറ്റിക്സ് ആയി തീരാതെ, സുവിശേഷത്തിന്റെ വാക്കുകളായിട്ട് അവരും പറയാനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയിൽ പോരാടണം. അവസാനം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തീയത എന്നുള്ളത് നമ്മൾ ഉറച്ചിരിക്കേണ്ട കാര്യം, അത് പരാജയപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല. അത് ജയിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇനി നമ്മൾ ജയിപ്പിക്കേണ്ട കാര്യമല്ല, അത് ജയിച്ച ഒരു കാര്യമാണ്. ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. പത്രോസിനോട് പറഞ്ഞതുപോലെ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ അതിനെ ജയിക്കില്ല. പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ്. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല പരാജയം. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കണം എന്നുള്ള ഒരു ദൗത്യവും നമുക്ക് തന്നിട്ടില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, കാണാതെ പോയ ആടുകളെ അന്വേഷിച്ചത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെ കൂട്ടിച്ചേർക്കേണ്ടതാവും. ആ ദൗത്യത്തിന്റെ ഭാഗവാക്കുകളാണ് നമ്മൾ. അത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും, ഏത് മതത്തിലാണെങ്കിലും, ഏത് സംഘടനകളിലാണെങ്കിലും, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവൻ എൻ്റെ അടുക്കിലേക്ക് വരും. ആ വലിയ കൂട്ടിച്ചേർക്കലിന്റെ, ആ കൊയ്ത്തിന്റെ സഹകാരികളാണ് നമ്മളെന്ന് ഓർത്തേച്ചാൽ മതി. ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലും തോൽക്കാൻ കഴിയാത്ത ഈ കണ്ടെത്തലുകൾ ഉണ്ടല്ലോ, ഈ കൂട്ടിച്ചേർക്കലുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നിൽക്കാം. ജീവിതം കൊണ്ടും, വചനം കൊണ്ടും, സാക്ഷ്യം കൊണ്ടും, വിയർപ്പ് കൊണ്ടും, ഇനി വേണ്ടി വന്നാൽ രക്തം കൊണ്ടും. വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം ശുശ്രൂഷയിൽ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞ അപ്പോസ്തലനെ പോലെ ആ നിമിഷത്തിലും നിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ പ്രഭാതം വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമുക്ക് തേക്കണം. കർത്താവിന്റെ ഒരു വാക്കുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒത്തിരി സഹിഷ്ണുതയോടെ, ഒത്തിരി സൗമ്യതയോടെ, ഒത്തിരി ആത്മധൈര്യത്തോടുകൂടെ ഇങ്ങനെയുള്ള എതിർപ്പുകൾ വരുമ്പോൾ സുവിശേഷം കർത്താവ് ഏത് വിധേനയും പ്രസംഗിക്കപ്പെടുന്നു എന്നറിഞ്ഞ് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പ്രിയ സഹോദരനോടുള്ള നന്ദി അറിയിക്കുന്നു. മതപരിവർത്തന നിയമങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള മതപരിവർത്തന നിയമങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. ഒപ്പം ക്രിസ്തീയ വീക്ഷണം എന്താണ്, മാനസാന്തരം, മതപരിവർത്തനം എന്ന വിഷയങ്ങളോട് ഉള്ള ക്രിസ്തീയ വീക്ഷണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത് അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം, ക്രിസ്തീയ പ്രതികരണം എന്തായിരിക്കണം എന്നുകൂടിയാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് ഇത്ര സമഗ്രമായിട്ട് വിഷയം നമുക്ക് മനസ്സിലാക്കുന്നതിനും സഹായിച്ച സർജൻ ടൈനോടുള്ള നന്ദി അറിയിക്കുന്ന ഒരിക്കൽ കൂടി